അറബി ദിസ് വീക്കിൻ്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം പ്രവാസി മലയാളികളിലേക്ക് എത്തിക്കുന്ന ഒരു വ്യത്യസ്തനായ പ്രവാസിയാണ് ഇനി പരിചയപ്പെടുത്താൻ പോകുന്നത്. കോഴിക്കോട് സ്വദേശി ബൈജുവിൻ്റെ വഴിയെ ഇന്ന് നൂറുകണക്കിന് ആളുകളാണ് എത്തുന്നത്. 40 കഴിഞ്ഞ ആളുകൾക്ക് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ പ്രാധാന്യം കൃത്യമായി മനസ്സിലാക്കാനായി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമും ബൈജു സജ്ജമാക്കിയിട്ടുണ്ട്, അതും സൗജന്യമായി. ആരോഗ്യധനം സർവധനാൽ പ്രധാനമെന്ന് കോഴിക്കോട് പന്തീരങ്കാവ് സ്വദേശി ബൈജുവിന് മനസ്സിലായത് കൊറോണ ലോകത്തെ പിടിമുറുക്കാൻ തുടങ്ങിയ ലോകം ക്വാറന്റൈനിൽ സ്തംഭിച്ച 2020 ആരോഗ്യത്തെയും ശരീരത്തെയും ഒരു തരത്തിലും ഗൗനിക്കാതെ ജീവിതം മുന്നോട്ട് നീക്കിയ ബൈജുവിന് വയസ്സ് 45 കഴിഞ്ഞപ്പോഴേ ജീവിതശൈലി രോഗങ്ങളുടെ ഒരു വലിയ ദിന തന്നെ കാത്തിരിപ്പുണ്ടായിരുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിച്ചില്ല എങ്കിൽ പണി കിട്ടുമെന്ന് ഡോക്ടറുടെ മുന്നറിയിപ്പും. അങ്ങനെ ആദ്യമായി 2020 ഒക്ടോബറിൽ ജിമ്മിലേക്ക് കാലെടുത്തു വെച്ചതാണ് ബൈജു. പിന്നെ സംഭവിച്ചത് അത്ഭുതമായിരുന്നു. ആക്ച്വലി ഫിറ്റ്നസ്സായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നു. നമ്മൾ സ്കൂൾ ടൈമിലൊക്കെ ജസ്റ്റ് റണ്ണിങ്ങിലൊക്കെ പങ്കെടുക്കുന്നില്ല, സ്പോർട്സിലൊക്കെ പങ്കെടുക്കുന്നുള്ളത്. ഇപ്പോൾ നമ്മൾ ആ കോവിഡിൻ്റെ ടൈം വന്നപ്പോൾ ഭയങ്കരമായിട്ട് ഹെൽത്ത് ഇഷ്യൂസ് വന്ന് എനിക്കൊരു ബ്രീത്തിങ്ങിൻ്റെ ഒരു പ്രോബ്ലം വന്ന് അങ്ങനെ ഡോക്ടറെ അടുത്ത് പോയപ്പോഴാണ് ടെസ്റ്റിംഗ് ഒക്കെ ചെയ്തപ്പോഴാണ് അറിയുന്നത് കൊളസ്ട്രോൾ ഉണ്ട് ഓൾറെഡി, പിന്നെ യൂറിക് ആസിഡ് ഉണ്ട്, പിന്നെ BP ബോർഡർ ലൈൻ ക്രോസ് ചെയ്തു. അപ്പം ഡോക്ടർ പറഞ്ഞു യു ഹാവ് ടു സ്റ്റാർട്ട് മെഡിക്കേഷൻ ആസ് സൂൺ ആസ് പോസിബിൾ, അത് അല്ലെങ്കിൽ ത്രെട്ടനിങ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാനും വൈഫും കൂടിയാണ് പോകുന്നത്. അപ്പോൾ വൈഫ് അത് കേട്ടപ്പോൾ ആകെ ഇതായി. അങ്ങനെയാണ് ഞാൻ ചെറുതായിട്ട് വീട്ടിൽ വർക്കൗട്ട് ചെയ്തു തുടങ്ങുന്നത്. നോർമൽ പുഷപ്സും ഗ്രൗണ്ട് എക്സസൈസൊക്കെ ചെയ്ത് നമ്മളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത്, അപ്പം അത് കഴിഞ്ഞതിന് ശേഷം മെല്ലെ ആ ലോക്ക്ഡൗണൊക്കെ ഒന്ന് കഴിഞ്ഞ് ജിമ്മൊക്കെ ഒന്ന് ഓപ്പൺ ആയപ്പോൾ ജിമ്മിലേക്ക് വർക്കൗട്ട് മാറ്റി. ദുബായ് സിലിക്കൺ ഒയാസിസിലെ ജിംനേഷ്യത്തിലായിരുന്നു ബൈജു ചേർന്നത്. സുഹൃത്ത് റനേഷ് ആയിരുന്നു അവിടേക്കുള്ള വഴികാട്ടി. പരിശീലകൻ ജാവേദ് ബൈജുവിനെ അങ്ങ് ഏറ്റെടുത്തു. ഡിസംബറിൽ ഭാര്യയ്ക്ക് കോവിഡ് വന്നതിനെ തുടർന്ന് 15 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞതൊഴിച്ചാൽ വ്യായാമത്തിൽ നിന്നും ഭക്ഷണ ക്രമീകരണത്തിൽ നിന്നും ഒരിക്കലും പിന്തിരിഞ്ഞില്ല ബൈജു. നിത്യവും 1 മണിക്കൂറിലേറെ ജിമ്മിൽ ചിലവഴിക്കും. ആദ്യം ചെറിയ മടിയൊക്കെ തോന്നിയിരുന്നുവെങ്കിലും പിന്നീട് ജിമ്മിലെത്തിയാലേ മനസ്സമാധാനമാകൂ എന്ന സ്ഥിതിവിശേഷമായിരുന്നുവെന്ന് ബൈജു പറയുന്നു. ചിട്ടയായ ജീവിത രീതി ശരീരത്തിൽ വരുത്തിയ മാറ്റം അത്ഭുതകരമായിരുന്നുവെന്ന് ബൈജു പറയും. ഒരു 3 മാസം കഴിയുമ്പം നമുക്ക് ഏകദേശം മിററിലൊക്കെ നോക്കുമ്പോൾ ബോഡിയിൽ ചേഞ്ചസ് വരുമ്പം പിന്നെ നമുക്ക് ആ ഒരു കൂടുതൽ പുഷ് ചെയ്യണം എന്നുള്ള ആ ഒരു ഇത് വന്നു. അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മളൊരു എന്താ പറയുക, ഒരു മൊബൈൽ ഫോൺ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് പ്രോപ്പറായിട്ടുള്ള സ്ക്രീൻ പ്രൊട്ടക്ഷൻ ഇട്ട് അതിന് നല്ലൊരു കവറൊക്കെ ഇട്ട് അതിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. നമ്മളൊരു വില കൂടിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു കാർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ നല്ലൊരു ഷെയ്ഡഡ് പാർക്കിംഗ് കൊടുത്ത് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനേക്കാളൊക്കെ $multi-million വാല്യൂ ഉള്ള നമ്മളെ ബോഡീനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല. ഹെൽത്ത് വരുമ്പം, ഹെൽത്ത് ആസ് എ കൺസേൺ ഹെൽത്ത് വരുമ്പം മലയാളികൾ ഒബ്വിയസ്ലി അത് ലീസ്റ്റ് പ്രിയോറിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഒരു ഫിറ്റ്നസ് ട്രാൻസ്ഫോർമേഷൻ ജേർണി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ദർ ഇസ് നോ ഏജ് ലിമിറ്റ്. യു ക്യാൻ സ്റ്റാർട്ട് അറ്റ് എനി സ്റ്റേജ് ഓഫ് യുവർ ലൈഫ്. അത് ഇപ്പോൾ ഇപ്പോൾ എൻ്റെ കറണ്ട് ഏജ് 48 വയസ്സാണ്. ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തത് 44ാമത്തെ വയസ്സിലാണ്. അപ്പം അതുകൊണ്ട് ഏജ് എന്ന് പറഞ്ഞ ഒരു ഫാക്ടറേ അല്ല. വ്യായാമത്തിനും ശരീരഭാരം കുറച്ച് 6 പാക്ക് ആക്കുന്നതിനും പ്രായമൊരു ഘടകമേ അല്ല എന്ന് ബൈജു പറയുന്നു. ഈ കാരണങ്ങൾ കൊണ്ട് ആഗ്രഹമുണ്ടായിട്ടും മടിച്ചു നിൽക്കുന്നവരോട് ഉദാഹരണത്തിന് തന്നെ നോക്കൂ എന്നാണ് ഉപദേശിക്കാനുള്ളത്. സ്വന്തം ചുറ്റുപാടുകൾക്കനുസരിച്ച് നല്ല ഭക്ഷണവും വിശ്രമവും വ്യായാമവും നൽകിക്കൊണ്ട് അത്ഭുതങ്ങൾ തീർക്കാമെന്ന് ബൈജു പറയുന്നു. 2021 ന്യൂയോർക്ക് സിറ്റി മാരത്തോണിൽ മിന്നും പ്രകടനം കാഴ്ചവെക്കാൻ ബൈജുവിന് സാധിച്ചത് അങ്ങനെ ചിട്ടയായ ജീവിത രീതിയിലൂടെയാണ്. മോർ ഓവർ ദാറ്റ് ഞാൻ 2021 പിന്നെ ഇവിടെ ന്യൂയോർക്ക് സിറ്റി മാരത്തോൺ, അതായത് 42 കിലോമീറ്റർ ഫുൾ മാരത്തോൺ, ന്യൂയോർക്ക് സിറ്റി മാരത്തോണിൻ്റെ 50th എഡിഷൻ ആയിരുന്നത്. അത് ഞാൻ ന്യൂയോർക്കിൽ പോയിട്ട് അത് അറ്റംപ്റ്റ് ചെയ്തു. അത് എൻ്റെ ഏജ് കാറ്റഗറിയിൽ അന്ന് 45 ഏജ് കാറ്റഗറീൻ്റെ അകത്ത് ഞാൻ
എൻ്റെ പ്ലേസ്മെൻറ്റ് 23rd ആയിരുന്നു. അതിൽ ആ ഏജ് കാറ്റഗറീൻ്റെ അകത്ത് പങ്കെടുത്ത ഇന്ത്യൻസ് 152 ഇന്ത്യൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതെനിക്കൊരു എന്നെ സംബന്ധിച്ചിടത്തോളം 4 hours 11 minutes ആ മാരത്തോൺ ഫിനിഷ് ചെയ്യാൻ പറ്റി 42. അതൊരു വലിയ അച്ചീവ്മെൻ്റാണ്. ഇതൊന്നും ഒരിക്കലും നമ്മൾ ഡ്രീം ചെയ്യാതെ നമ്മളെ ഈ ചെയ്തുകൊണ്ടിരുന്ന ഈ ഒരു ട്രാൻസ്ഫർമേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയ ബൈ പ്രോഡക്റ്റ് എന്ന് പറയാം. ആ ഒരു എനർജി ലെവലും ഒക്കെ. പിന്നെ ബിസിനസ് വൈസ് ഇപ്പോൾ എല്ലാവരും നമ്മൾ പറയും ബിസിനസ് ഉണ്ട്, ജോലി സംബന്ധമായ സ്ട്രെസ് ഉണ്ട് ഇതൊക്കെ. അപ്പോൾ നമ്മളെല്ലാവരും പലരുള്ളവർ പറഞ്ഞ് കേട്ടു പോലെ ആരോഗ്യമുള്ളൊരു ശരീരത്തിൻ്റെ അകത്തെ ആരോഗ്യമുള്ളൊരു മനസ്സുണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും ഹെൽത്തി ആയിട്ടും ഫിസിക്കലി ഫിറ്റായിട്ട് ഇരുന്നാൽ നമുക്ക് നമ്മളെ ജോലി സംബന്ധമായ ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലായാലും ബിസിനസ് സംബന്ധമായ ഡിസിഷൻസ് എടുക്കുന്ന കാര്യത്തിലായാലും നമുക്കത് കുറച്ചും കൂടി ഒരു മെൻ്റലി ഒരു സ്ട്രോങ് ഒരു ഫീലാണ് നമുക്ക്. ബിസിനസ് തിരക്കുകൾ ഏറെയുണ്ടെങ്കിലും തൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ ഇന്ന് മറ്റുള്ളവർക്ക് പകർന്നു നൽകാനും സമയം കണ്ടെത്തുകയാണ് ബൈജു. അതിനായി 40 കഴിഞ്ഞ ആളുകൾക്ക് ഫിറ്റ്നസ് പാഠങ്ങൾ നൽകാൻ പുതിയൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോം സജ്ജമാക്കിയിട്ടുണ്ട് ഈ പ്രവാസി. പൂർണ്ണമായും സൗജന്യമായി ഫിറ്റ്നസ് പാഠങ്ങൾ മനസ്സിലാക്കാനും അനുഭവങ്ങൾ പങ്കുവെക്കാനുമുള്ള ഒരിടം. ഫിറ്റ്നസ് ഓവർ 40 എന്നാണ് പേര്. താൻ നടന്ന വഴികൾ ആർക്കെങ്കിലും പ്രചോദനമാവുകയാണെങ്കിൽ അതിലും വലിയ സന്തോഷം മറ്റൊന്നുമില്ല എന്ന് ബൈജു പറയും. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ ഏജ് ഒരു ഫാക്ടർ എന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ 40 above ഒക്കെ കഴിയുമ്പോഴത്തേക്കുമാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ പിടിയിലേക്ക് മെല്ലെ മെല്ലെ വന്നു തുടങ്ങുക. അതേപോലെ തന്നെ നമുക്ക് മടി, ലേസിനെസ് ഒക്കെ വന്നു തുടങ്ങാം. അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു കമ്മ്യൂണിറ്റി, ഒരു ഓൺലൈൻ കമ്മ്യൂണിറ്റി, അതായത് ഒരു ഫേസ്ബുക്ക് കമ്മ്യൂണിറ്റി ഫിറ്റ് ഓവർ 40 എന്ന് പറഞ്ഞിട്ട്, ഫിറ്റ്നസ് ഓവർ 40 എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഞാൻ ബിൽഡ് ചെയ്യുന്നുണ്ട്. അത് വേറെ ഒന്നിനല്ല, നമ്മൾ കാര്യം ട്രെയിൻ ചെയ്യാനൊന്നല്ല, ഇങ്ങനെ ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട എല്ലാവർക്കും വന്നിട്ട് അവരവരെ എന്താ പറയുക ട്രാൻസ്ഫോർമേഷൻസ് പോസ്റ്റ് ചെയ്യാനും ചെറിയ ചെറിയ ചലഞ്ചസ് കൊടുത്തിട്ട് വെയിറ്റ് ലോസ് ചലഞ്ചസ് ഒക്കെ അവരെ രീതിയിൽ ഡയറ്റ് ഉപയോഗിച്ച് അല്ലെങ്കിൽ അവരുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജിമ്മിൽ പോയിട്ട് അങ്ങനെ വന്നിട്ട് പബ്ലിക്കിൻ്റെ അടുത്ത് വന്നിട്ട് ഓപ്പണായിട്ട് പറയാനൊക്കെ ഞാൻ എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്തു, എനിക്ക് ഇത്ര വെയിറ്റ് ലോസ് ഉണ്ടായി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക. അതായത് നമുക്ക് ലാക്ക് ഓഫ് മോട്ടിവേഷനാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രശ്നം. നമ്മളൊരു ടയേർഡായിട്ട് വന്നാൽ ഡെയിലി 1 മണിക്കൂറെങ്കിലും നമ്മൾ ഒരു ഫിറ്റ്നസ് സംബന്ധമായ ഒരു ഇതിന് മാറ്റി വെക്കുക എന്നുള്ളതാണ്. എല്ലാവരും നമ്മൾ എന്താ പറയുക, ഒരു മറ്റുള്ളവർക്കൊരു മാതൃകയായിട്ട് അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പിന്നിൽ ഞാൻ കാണുന്ന ഒരു ലക്ഷ്യം. ഇപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ട് എന്നെ കണ്ടിട്ട് ഒരാളെങ്കിലും ഈ ഒരു ജേണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഐ ആം മോർ ദാൻ ഹാപ്പി. എനിക്കത് മതി. അതാണ് ഞാൻ ഇതിൻ്റെ അകത്തുള്ള ഒരു ബെനിഫിറ്റായിട്ട് ഞാൻ നോക്കുന്നത്. ബൈജുവിന്റെ സ്വപ്നം പോലെ 40 കഴിഞ്ഞ എല്ലാവരും പൂർണ്ണ ആരോഗ്യവാന്മാരായി ഇരിക്കട്ടെ. ഫിറ്റ് ഓവർ 40ക്ക് ആശംസകൾ. ഇനി കുവൈറ്റിലേക്കാണ് നമ്മുടെ യാത്ര. കുവൈറ്റിലുള്ള ഫൈലാക്ക ദ്വീപ് ഗൾഫ് യുദ്ധകാലം വരെ ജനവാസ കേന്ദ്രമായിരുന്നു. ആ ഫൈലാക്ക ദ്വീപിന്റെ ഇന്നത്തെ കാഴ്ചകൾ കാണാം. ഗൾഫ് യുദ്ധകാലം വരെ ജനവാസ കേന്ദ്രമായിരുന്ന ഫൈലാക്ക ദ്വീപ് ഇന്ന് ചരിത്ര പ്രാധാന്യമുള്ള യാത്രികർക്ക് പ്രവേശനമുള്ള സർക്കാർ സംരക്ഷിത പ്രദേശമാണ്. കുവൈറ്റ് സിറ്റിയിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഫൈലാക്ക എന്ന പേര് ഔട്ട് പോസ്റ്റ് എന്നർത്ഥമുള്ള ഗ്രീക്ക് പദമായ ഫൈലാക്കിയോ എന്നതിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണെന്നാണ് കരുതപ്പെടുന്നത്. ടൈഗ്രിസ്, യൂഫ്രട്ടീസ് നദികൾ പേർഷ്യൻ ഗൾഫിൽ ഒഴുകുന്ന സ്ഥലത്ത് നിന്ന് 50 കിലോമീറ്റർ തെക്കുകിഴക്കായാണ് ഫൈലാക്ക ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കുവൈറ്റിലെ പ്രധാന ജനവാസ കേന്ദ്രങ്ങളിൽ ഒന്നായ സാൽമിയയിൽ നിന്നും ഫൈലാക്ക ദ്വീപിലേക്ക് വാഹനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുപോകുന്നതിന് സൗകര്യമുള്ള വലിയ യാനങ്ങളിലാണ് സാധാരണയായി പൗരന്മാരും പ്രവാസികളും ദ്വീപിലെത്തുന്നത്. രാവിലെ പുറപ്പെട്ട് വൈകുന്നേരത്തോടെ തിരിച്ചെത്തുന്ന രീതിയിലാണ് യാത്രകൾ ക്രമീകരിക്കുന്നത്. ദ്വീപിനുള്ളിൽ യുദ്ധത്തിന്റെ ഓർമ്മകൾ പേറുന്ന കെട്ടിടങ്ങളുടെ നീണ്ട നിരയാണ് ആദ്യം കാഴ്ചകളിലേക്ക് എത്തുക. യുദ്ധം എത്രമാത്രം ദുരിതമാണ് നൽകുക എന്നത് ഇപ്പോഴും ആ കെട്ടിടങ്ങളുടെ കാഴ്ച നമ്മെ ഓർമ്മിപ്പിക്കും. മിലിറ്ററി ടാങ്കുകൾ വർഷിച്ച വെടിയുണ്ടകൾ തുളഞ്ഞു കയറിയ കെട്ടിടങ്ങൾ ഇന്നും അതേപടി നിലനിർത്തിയിരിക്കുകയാണ് ഇവിടെ.
1990 ഇറാഖി അധിനിവേശത്തിന് മുൻപ് ദ്വീപിൽ 2000-ലധികം താമസക്കാരും നിരവധി സ്കൂളുകളും ഉണ്ടായിരുന്നു. ദ്വീപിന്റെ വടക്കു പടിഞ്ഞാറൻ ഭാഗത്തിന്റെ മധ്യഭാഗത്താണ് അൽ സവർ അല്ലെങ്കിൽ സൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. മുൻകാലങ്ങളിൽ കുവൈത്തിൽ ജനവാസമുള്ള ഏറ്റവും വലിയ സ്ഥലങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഇറാഖി അധിനിവേശത്തോടെ ദ്വീപിലെ ജനങ്ങൾ മറ്റ് ഭൂപ്രദേശങ്ങളിലേക്ക് മാറേണ്ടി വന്നു. 1991 സഖ്യസേന ദ്വീപ് പിടിച്ചടക്കിയ ഇറാഖി സൈന്യത്തെ പുറത്താക്കിയെങ്കിലും പിന്നീട് ജനവാസ കേന്ദ്രമെന്ന നിലയിൽ വലിയ പരിണാമം ഒന്നും ഉണ്ടായില്ല എന്നതും എടുത്തു പറയേണ്ടതാണ്. യാത്രക്കാരായി എത്തുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി ദ്വീപിനെ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമായി അതേപടി ഇപ്പോഴും നിലനിർത്തിയിരിക്കുന്നതായി കാണാൻ സാധിക്കും. നിലവിൽ അവധിക്കാല വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലും ഫൈലാക്ക ദ്വീപ് പ്രവർത്തിച്ചു വരുന്നുണ്ട്. പ്രാദേശിക ടൂറിസത്തിന് വളരെയേറെ സാധ്യതകളുള്ള പ്രദേശത്ത് കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ സമീപ ഭാവിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ ടൂറിസ്റ്റ് പാർക്കുകൾ, ഫാമിലി പാർക്കുകൾ, ഹെറിറ്റേജ് പാർക്കുകൾ, സാനിറ്റേറിയങ്ങൾ, ഹോട്ടലുകൾ, നീന്തൽക്കുളങ്ങൾ, ടെന്റുകൾ, മൃഗശാലകൾ തുടങ്ങിയവയും ദ്വീപിലുണ്ട്. വാരാന്ത്യത്തിൽ താമസിക്കാൻ വിനോദസഞ്ചാരികൾക്കായി ചെറിയ റിസോർട്ടുകളുമുണ്ട്. ഇലക്ട്രിക് സ്കൂട്ടറുകൾ വാടകയ്ക്കെടുക്കുക, മ്യൂസിയം സന്ദർശിക്കുക, കയാക്കിംഗ് തുടങ്ങിയ രസകരമായ സൗകര്യങ്ങളും നിലവിൽ ലഭ്യമാണ്. ടാങ്ക് ബോണ്ട് യാർഡും യുദ്ധത്തിൽ തകർന്ന അവശിഷ്ടങ്ങളും കൊണ്ട് ദ്വീപിന് അതിന് ചരിത്രപരമായ മൂല്യവുമുണ്ട്. ഇവിടെ കൃഷിക്ക് അനുയോജ്യമായ ഫലഭൂയിഷ്ഠമായ മണ്ണും ഭൂഗർഭജലത്തിന്റെ കരുതൽ ശേഖരവും ഉള്ളതായി കുവൈത്തിന്റെ ചരിത്രത്തെക്കുറിച്ചുള്ള പ്രത്യേക ഗവേഷണം എന്ന പുസ്തകത്തിലും പറയുന്നുണ്ട്. കായിക മേഖലയ്ക്ക് സൗദി അറേബ്യ നൽകുന്ന സംഭാവനകൾ വളരെ വലുതാണ്. ഇപ്പോഴിതാ ഏറ്റവും ഒടുവിൽ ഏറ്റവും വലിയ സ്പോർട്സ് ടവറിന്റെ നിർമ്മാണത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ് സൗദി. ആഗോള സാമ്പത്തിക രംഗത്ത് കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സൗദി അറേബ്യ. കഴിഞ്ഞ വർഷങ്ങളിൽ കായിക രംഗത്തും രാജ്യം ഒട്ടേറെ മുന്നേറ്റങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2028 ഏഷ്യ കപ്പ്, 2034 ലോകകപ്പ് ഫുട്ബോൾ മത്സരം എന്നിങ്ങനെയുള്ള ലോകം ഉറ്റുനോക്കുന്ന കായിക മാമാങ്കങ്ങൾക്കും രാജ്യം ആതിഥ്യം വഹിക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ്. ഇതോടൊപ്പമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സ്പോർട്സ് ടവറിന്റെ നിർമ്മാണത്തിനുള്ള രൂപരേഖയ്ക്ക് കഴിഞ്ഞ ദിവസം സ്പോർട്സ് ബോളിവാർഡ് ഫൗണ്ടേഷൻ അംഗീകാരം നൽകിയിരിക്കുന്നത്. സൗദി അറേബ്യയുടെ തലസ്ഥാനമായ റിയാദിലാണ് ഈ ടവർ നിർമ്മിക്കുന്നത്. 3 ദശലക്ഷം ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ നിർമ്മിക്കുന്ന ഈ പടുകൂറ്റൻ പദ്ധതിയുടെ രൂപരേഖയ്ക്ക് SBF ഡയറക്ടർ ബോർഡ് ചെയർമാനും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനാണ് അംഗീകാരം നൽകിയത്. പ്രിൻസ് മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് റോഡിലെ സ്പോർട്സ് ബൊളിവാർഡിലാണ് ഈ പടുകൂറ്റൻ ഗോപുരം ഉയരുന്നത്. 130 മീറ്റർ ഉയരമുള്ള ഗ്ലോബൽ സ്പോർട്സ് ടവർ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കായിക ഗോപുരമായി ചരിത്രത്തിൽ ഇടം പിടിക്കും. 84,000 ചതുരശ്ര മീറ്ററാണ് ഈ ഗോപുരത്തിന്റെ ആകെ ആന്തരിക വിസ്തീർണം. 30-ലധികം വ്യത്യസ്ത കായിക ഇനങ്ങൾക്കാണ് ഇവിടെ സൗകര്യമുണ്ടാവുക. 98 മീറ്ററുള്ള ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇൻഡോർ ക്ലൈംബിംഗ് മതിലും ഇതിൽ ഉൾപ്പെടും. തുടക്കക്കാർ മുതൽ പ്രൊഫഷണൽ വരെ എല്ലാ തലങ്ങളിൽ നിന്നുള്ള പർവ്വതാരോഹകർക്ക് ക്ലൈംബിങ്ങിനുള്ള അവസരമുണ്ടായിരിക്കും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റണ്ണിംഗ് ട്രാക്കും ഇതോടൊപ്പം നിർമ്മിക്കും. പൂർണ്ണമായി ഡിജിറ്റൈസ് ചെയ്തും 250 മീറ്റർ സർക്യൂട്ടും ഉള്ളതിനാൽ തന്നെ ഏതൊരു കായിക താരത്തിനും റിയാദിനെ മികച്ച നഗരഭംഗി ഇതിനകത്ത് നിന്നുകൊണ്ട് ആസ്വദിക്കാനാകും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്പോർട്സ് ടവറും സ്പോർട്സ് ബൊളിവാർഡ് പദ്ധതിയുടെ പ്രധാന നാഴികക്കല്ലുമായ ഗ്ലോബൽ സ്പോർട്സ് ടവർ സൗദി വിഷൻ 2030 ലക്ഷ്യങ്ങൾ കൈവരിക്കും. റിയാദിലെ ജീവിത നിലവാരം ഉയർത്തുന്നതിനാണ് ടവർ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇതോടെ ആഗോളതലത്തിൽ മികച്ച 10 സമ്പദ് വ്യവസ്ഥകളിലൊന്നായി റിയാദ് നഗരം മാറും. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ക്രിയാത്മകമായി സ്വാധീനിക്കുവാനും അന്താരാഷ്ട്ര നിലവാരം ഉയർത്തുവാനും സാധിക്കുന്ന തരത്തിൽ റിയാദിന്റെ ഭാവി നഗര അന്തരീക്ഷത്തിലേക്കുള്ള പാലമായാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തിരിക്കുന്നത്. കാൽനട യാത്രക്കാർ, സൈക്ലിസ്റ്റുകൾ, കായിക താരങ്ങൾ, കുതിരസവാരിക്കാർ എന്നിവർക്കായി പടിഞ്ഞാറ് വാദി ഹനീഫയെയും കിഴക്ക് വാദി അൽ സുലയെയും ബന്ധിപ്പിക്കുന്ന സ്പോർട്സ് ബൊളിവാർഡ് പദ്ധതി 135 കിലോമീറ്ററിലധികം നീളത്തിൽ ഹരിത പാതയിലൂടെയാണ് കടന്നു പോകുന്നത്. 4.4 ദശലക്ഷം ചതുരശ്ര മീറ്റർ പച്ചപ്പും തുറസായ സ്ഥലങ്ങളും 50 വരെ മൾട്ടി ഡിസിപ്ലിനറി കായിക സൗകര്യങ്ങളും ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിന്റെ ആകെ വിസ്തീർണം 3 ദശലക്ഷം ചതുരശ്ര മീറ്ററാണ്. ലോകത്തിലെ ആദ്യത്തെ സ്പോർട്സ് ടവർ എന്ന പ്രത്യേകത കൂടിയുണ്ട് ഈ ഗോപുരത്തിന്. മൗലികതയിലും ആധുനികതയിലും അധിഷ്ഠിതമായ സൽമാനി വാസ്തുവിദ്യ അടിസ്ഥാനമാക്കിയാണ് സ്പോർട്സ് ടവറിന്റെ നിർമ്മാണം. 2019
മാർച്ച് 19 സൗദി രാജാവ് സൽമാൻ ബിൻ അബ്ദുൽ അസീസാണ് പദ്ധതി പ്രഖ്യാപിച്ചത്. അന്തർദേശീയ തലത്തിൽ രാജ്യത്തിന്റെ യശസ് വാനോളം ഉയർത്തുന്നതിനോടൊപ്പം താഴെത്തട്ടിലുള്ള കായിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ നൽകുന്ന ഒരു യഥാർത്ഥ കായിക നവോത്ഥാനത്തിന്റെ സാക്ഷാത്കാരം കൂടിയാകും ഈ ഗോപുരമെന്ന് ഉറപ്പാണ്. അറേബ്യൻ ദിസ് വീക്കിന്റെ ഈ ഒരു അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അറേബ്യൻ നാടുകളിലെ കൂടുതൽ കൗതുക കാഴ്ചകളും വിശേഷങ്ങളുമായി അറേബ്യൻ ദിസ് വീക്ക് അടുത്തയാഴ്ച ഇതേ സമയം ഇതേ ദിവസം. നമസ്കാരം.